പനി ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇന്നലെ മാത്രം പനിക്ക് ചികിത്സ തേടിയത് 11,000-ത്തിലധികം രോഗികൾ. രോഗികളുടെ എണ്ണം കൂടുമെന്ന് ആരോഗ്യവകുപ്പ്. ഏറ്റവും അധികം രോഗികൾ മലപ്പുറത്ത്. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ നിർദ്ദേശം. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. ജൂലൈ 25-നകം അപേക്ഷകർക്ക് റിപ്പോർട്ട് നൽകണം. വിലക്കപ്പെട്ടവ ഒഴികെ മറ്റൊന്നും മറച്ചുവെക്കരുതെന്നും വിവരാവകാശ കമ്മീഷൻ. കൂടോത്ര വിവാദത്തിൽ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ്. പണിയെടുക്കാതെ കൂടോത്രം ചെയ്താൽ പാർട്ടി ഉണ്ടാകില്ലെന്ന് അഭിൻ വർക്കി. യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷന്റെ വിമർശനം കുറ്റ്യാടിയിൽ നടന്ന പരിപാടിയിൽ. പത്തനംതിട്ടയിൽ കാപ്പ കേസ് പ്രതിയെ സ്വീകരിച്ചതിൽ വിചിത്ര വിശദീകരണവുമായി CPIM. ശരൺ ചന്ദ്രൻ നിലവിൽ കാപ്പ പ്രതിയല്ലെന്ന് ജില്ലാ സെക്രട്ടറി. രാഷ്ട്രീയ കേസുകളിൽ കാപ്പ ചുമത്തുന്നത് തെറ്റെന്നും KP ഉദയഭാനു. കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ സംഘർഷത്തിൽ പ്രിൻസിപ്പൽ കുറ്റം ചെയ്തതായി പോലീസ്. SFI നേതാവിനെ മർദ്ദിച്ചെന്ന പരാതിയിൽ നോട്ടീസ്. എപ്പോൾ വിളിച്ചാലും ചോദ്യം ചെയ്യലിന് ഹാജരാകണം. പ്രിൻസിപ്പലിനെ മർദ്ദിച്ചെന്ന പരാതിയിൽ SFI പ്രവർത്തകർക്കെതിരെ നടപടിയില്ല. കുഴിയും ചെളിയും നിറഞ്ഞ മലപ്പുറം കടലുണ്ടി പരപ്പനങ്ങാടി റോഡ്. ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഇടപെടുന്നില്ലെന്ന ആക്ഷേപം. കോഴിക്കോട് മലപ്പുറം ജില്ലകളുടെ അതിർത്തിയിലാണ് ഈ പാതാളക്കുഴിയുള്ളത്. മറ്റൊരു കാര്യമുള്ളത്, തൊട്ടപ്പുറത്താണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ മണ്ഡലം. തൊട്ടിപ്പുറത്ത് 2 പ്രതിപക്ഷ MLA-മാരുടെ മണ്ഡലമാണ്. അവിടെയാണ് ജനങ്ങൾ ഈ കുഴിയിൽ വീണ് പോകേണ്ട ഗതികേടിലുള്ളത്. കേരള വിഷൻ ന്യൂസ് പരമ്പര നവ കുഴിയടയ്ക്കാം തുടരുന്നു. കാസർകോട് അരയൻകുളത്തെ പട്ടികവർഗ വിദ്യാർത്ഥികളുടെ പഠന പ്രതിസന്ധിക്ക് പരിഹാരം. സ്കൂളിലെത്താനുള്ള വിദ്യാവാഹിനി പദ്ധതി പുനഃസ്ഥാപിച്ചു. കേരള വിഷൻ ന്യൂസ് ഇംപാക്ട്. അഞ്ച് ദിവസത്തിനു ശേഷം സംസ്ഥാനത്തെ രോഗികളുടെ കണക്ക് പ്രസിദ്ധീകരിച്ച് ആരോഗ്യവകുപ്പ്. പനി ബാധിതരുടെ എണ്ണത്തിൽ വൻ വർധന. ഇന്നലെ മാത്രം പനിക്ക് ചികിത്സ തേടിയത് 11,000-ത്തിലധികം രോഗികൾ. വരും ദിവസങ്ങളിലും രോഗികളുടെ എണ്ണം കൂടുമെന്ന് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. ഏറ്റവും അധികം രോഗികൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ. ഇന്നലെ മാത്രം